നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് CPM നേതാക്കൾക്കും പ്രവർത്തകർക്കും വിലക്ക് ഏർപ്പെടുത്തി ജില്ലാ കമ്മിറ്റി. അരാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ച നടത്തുവാനെത്തുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. ചിന്നക്കനാൽ ഉൾപ്പെട്ട മൂന്നാർ ഡിവിഷനിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണുന്നതിനായി ആവിഷ്കരിച്ച കോടികളുടെ പദ്ധതി ഫയലിൽ ഉറങ്ങുന്നു. മൂന്നാർ DFO 2022 2 കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കോടതിയിൽ സർക്കാർ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്നത് വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച കോൺഗ്രസ് ഇരുമ്പുപാളത്ത് ദേശീയപാത ഉപരോധിച്ചു. ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളി CV വർഗീസ്. കോൺഗ്രസും UDFും നടത്തുന്ന സമരങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ജനങ്ങൾക്ക് ഇരട്ടി മധുരമെന്നും CV വർഗീസ്. വിശദമായ വാർത്തകളിലേക്ക്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് CPM നേതാക്കൾക്കും പ്രവർത്തകർക്കും വിലക്ക് ഏർപ്പെടുത്തി ജില്ലാ കമ്മിറ്റി. അരാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ച നടത്തുവാൻ എത്തുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. ഇവരെ വളർത്തേണ്ടതില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. രാഷ്ട്രീയ പിൻബലമില്ലാത്ത, സാമൂഹ്യ പിൻബലമില്ലാത്ത, താൽക്കാലികമായി രൂപപ്പെട്ടു വരുന്ന ചില അരാഷ്ട്രീയ സംഘടനകളുണ്ട്. ആ രാഷ്ട്രീയ സംഘടനകൾ പ്രചരിപ്പിക്കുന്നതെല്ലാം തെറ്റായതും കള്ളപ്രചരണങ്ങളാണ്. അപ്പൊ അവർക്കൊരു വേദി ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പൊളിറ്റിക്കലായി ക്യാമ്പയിൻ വരട്ടെ, അതിൽ നമുക്ക് പങ്കെടുക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ പങ്കെടുക്കേണ്ട തീരുമാനിച്ചത്. മാധ്യമങ്ങളോടുള്ള സമയമല്ല. മാധ്യമങ്ങൾ നാളെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വന്ന് ഞങ്ങൾ വരും. അതിന് തർക്കമില്ല. ഒന്ന്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുണ്ട്. സാമുദായിക സംഘടനകൾക്കൊരു വീക്ഷണമുണ്ട്, ഏത് സമുദായവും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിക്കൊണ്ട് വരുന്ന ചില പ്രദേശങ്ങളിൽ ചില രാഷ്ട്രീയ സംഘടനകളുടെ ലേബലിൽ വന്ന് ചില ആളുകൾ ഏർപ്പെടുന്നുണ്ട്. അവർക്കിപ്പം നമ്മളുമായ ഒരു സംവാദത്തിൽ ഏർപ്പെടില്ല. അവരുടെ പ്രവർത്തനങ്ങളാണ് അതിനുവേണ്ടി വരേണ്ടത്. ചിന്നക്കനാൽ ഉൾപ്പെട്ട മൂന്നാർ ഡിവിഷനിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണുന്നതിനായി ആവിഷ്കരിച്ച കോടികളുടെ പദ്ധതി ഫയലിൽ ഉറങ്ങുന്നു. പ്രത്യേക പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കുന്നതിന് സർക്കാർ നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് മൂന്നാർ DFO 2022 2 കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ള ചിന്നക്കനാൽ പഞ്ചായത്ത് ഉൾപ്പെട്ട പ്രദേശങ്ങളിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുന്നതിനുള്ള സമഗ്രമായ പദ്ധതിയാണ് 2022 മൂന്നാർ DFO ആയിരുന്ന രാജീവ് K. ഫ്രാൻസിസ് തയ്യാറാക്കി നൽകിയത്. ആദിവാസി മേഖലകൾ ഉൾപ്പെട്ട ജനവാസ കേന്ദ്രങ്ങളടക്കം സുരക്ഷിതമാക്കുന്നതായിരുന്നു പദ്ധതി. 1,41,00,000 ചെലവ് വരുന്ന സോളാർ ഫെൻസിംഗ് സിംഗുകണ്ടം മുതൽ ചെമ്പകത്തോട് വരെ 8.5 കിലോമീറ്ററും 80 ഏക്കർ കോളനിയിൽ 5 കിലോമീറ്റർ ദൂരത്തിലും, പന്തടിക്കളത്ത് 3.2 ദിഡിയർ നഗറിൽ 1 കിലോമീറ്ററും, BL മുതൽ ദിഡിയർ നഗർ വരെ 3.8 കിലോമീറ്ററും, കോഴിപ്പന്നക്കുടിയിൽ 1/2 കിലോമീറ്ററും ഉൾപ്പെടെ 21 കിലോമീറ്റർ ദൂരത്തിൽ സോളാർ ഫെൻസിംഗ് തീർത്ത് ജനവാസ മേഖലകളെ സുരക്ഷിതമാക്കുന്നതായിരുന്നു പദ്ധതി. ഇതിൽ പന്തടിക്കളം കോളനിയിൽ മാത്രമാണ് പദ്ധതി നടപ്പിലാക്കിയത്. ബാക്കിയുള്ള ഭാഗം ടെൻഡർ നടത്തിയോ എന്നതുപോലും വ്യക്തമല്ല. ശാസ്ത്രീയ പഠനം നടത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതിയൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല. കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി തോട്ടം തൊഴിലാളികൾ ഉറക്കമില്ലാതെ രാത്രികാല താഴികൂട്ടി ജീവിതം തള്ളി നീക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത്. പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ വനംവകുപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കും. എന്നാൽ ഇവയൊക്കെ എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ചിന്നക്കനാലിൽ കാട്ടാന പ്രതിരോധത്തിനായി ആവിഷ്കരിച്ച കോടികളുടെ പദ്ധതി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കാനുള്ള സർക്കാർ ഇടപെടൽ വൈകുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു. റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന് കാണിച്ച് കോടതിയിൽ സർക്കാർ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്നത് വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിമാലി ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു.
ദേശീയപാത 85ന്റെ ഭാഗമായ നേരിമംഗലം വനമേഖലയിലെ നിർമ്മാണ ജോലികൾ നിലച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. നിർമ്മാണ പ്രതിസന്ധിയിൽ പരിഹാരം കാണുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ കോടതിയിൽ ഉണ്ടാകേണ്ട സർക്കാർ ഇടപെടൽ വൈകുന്നുവെന്ന ആക്ഷേപം ശക്തമായിട്ടുള്ളത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ റോഡ് കടന്നു പോകുന്ന ഭാഗം വനമല്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സർക്കാർ കോടതിയിൽ ഹാജരാക്കണമെന്നും വിഷയത്തിൽ മുമ്പ് സർക്കാർ കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി നൽകാൻ തയ്യാറാകണമെന്നുമാണ് ആവശ്യം. ഈ ആവശ്യമുയർത്തിയായിരുന്നു കോൺഗ്രസ് അടിമാലി ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. കരാർ കമ്പനിക്കാർ തങ്ങളെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തന ചുമതലയിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ നിസ്സഹകരണം ഈ കാര്യത്തിൽ അടിമുടി ഉണ്ടായിരിക്കും. ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയതായ കാലാവധി അനുവദിച്ചിട്ടുള്ളത് ഈ ഒക്ടോബർ മാസമാണ്. അപ്പോൾ അനുവദിച്ച കാലപരിധിക്കുള്ളിൽ അതിന്റെ ജോലികൾ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിൽ അവരെ നിരുപാധികം വിടുതൽ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചത് സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തി. ഉപരോധ സമരത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം സമയം ഗതാഗതം തടസ്സപ്പെട്ടു. കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു പി കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. നിരവധി കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും മറ്റ് പോഷക സംഘടനാ ഭാരവാഹികളും പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. ദേശീയപാത വിഷയത്തിലുള്ള കേസ് മുമ്പ് കോടതിയിൽ പരിഗണിച്ചപ്പോൾ റോഡ് കടന്നുപോകുന്ന ഭാഗം വനമല്ലെന്ന സർക്കാർ പ്രതിനിധി കോടതിയെ വാക്കാൽ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം രേഖാമൂലം നൽകണമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. സർക്കാർ ഈ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്നത് വൈകിപ്പിക്കുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. സിറ്റി വിഷൻ അടിമാലി. ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. കോൺഗ്രസും UDF നടത്തുന്ന സമരങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിയാണെന്നും സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഇരട്ടി മധുരമാണെന്നും CV വർഗീസ് പറഞ്ഞു. ഭൂനിയമ ഭേദഗതി ചട്ടമടക്കം ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന പ്രചാരണം നടത്തി കോൺഗ്രസും UDF-ഉം ജില്ലയിലുടനീളം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ്. ഒപ്പം സർക്കാരിനെതിരെ സ്വതന്ത്ര കർഷക സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് നിലപാട് ആവർത്തിച്ച CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് രംഗത്തെത്തിയത്. ഭൂപതിവ് നിയമം വിജ്ഞാപനം ചെയ്യപ്പെടുന്നതോടുകൂടി ഇടുക്കിയിലുള്ള അനധികൃത നിർമ്മാണമെന്ന് പറയപ്പെടുന്നവയൊക്കെ ക്രമവൽക്കരിക്കപ്പെടും. തുടർന്നുള്ള നിർമ്മാണങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പ്രാവർത്തികമാക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഗവൺമെന്റിന്റെ ഈ നിലപാട് ഇടുക്കി ജില്ലയ്ക്ക് ഇരട്ടി മധുരമാണെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. സ്വാഭാവികമായും ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നിർമ്മാണ നിരോധനം അവസാനിക്കുന്നെന്ന് മാത്രമല്ല, പുതിയ നിർമ്മിതിക്കുള്ള അനുമതി ലഭിക്കുക ഇരട്ടി മധുരമാണ് ഇടുക്കി ജില്ലയിൽ ജനങ്ങളെ സംബന്ധിച്ചുണ്ടാകും. അതോടുകൂടി ഇടുക്കി ജില്ല കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ, കേരളത്തിന്റെ ഭൂപടത്തിലേക്ക് ഇടുക്കി ചേർക്കപ്പെടുക. മറ്റേ ഇതുവരെ നമ്മളെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ടിരുന്ന ആക്രമണം അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി കഴിയും. സിറ്റി വിഷൻ നെടുങ്കണ്ടം. 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ മൂന്നാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈദ്യുതി എത്തി. സുരക്ഷാ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് 4-ന് സ്കൂൾ കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചത്. വൈദ്യുതി മുടങ്ങിയതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വെള്ളം പോലുമില്ലാതെ ദുരിതമനുഭവിക്കുന്ന കുട്ടികളുടെ വാർത്ത പുറത്തുവന്ന സാഹചര്യത്തിൽ വിഷയത്തിൽ പഞ്ചായത്ത് അടക്കം അടിയന്തര ഇടപെടൽ നടത്തിയതോടെയാണ് പുതിയ കെട്ടിടത്തിന് നമ്പറിട്ട വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയത്. കൊല്ലത്ത് വൈദ്യുതാഘാതമേറ്റ് വിദ്യാർത്ഥി മരിച്ച സംഭവം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം സ്കൂളുകളിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിലേക്കുള്ള താൽക്കാലിക വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. ഇതോടെ കഴിഞ്ഞ 2 മാസമായി സ്കൂളിലെ 120ഓളം വിദ്യാർത്ഥികൾ വൈദ്യുതിയും വെള്ളവുമില്ലാതെ ദുരിതത്തിലായിരുന്നു. ഒപ്പം വൈദ്യുതി ഇല്ലാത്തതിനാൽ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ പ്രവർത്തനവും ലാബുകളുടെ പ്രവർത്തനവും നിലച്ചു. ഓഫീസിന്റെ പ്രവർത്തനവും അവതാളത്തിലായിരുന്നു. വിഷയം മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെയാണ് അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവുകയും പുതിയ കെട്ടിടത്തിന് നമ്പർ ഇട്ട് നൽകുകയും വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കിയതും. നമുക്ക് ഓഗസ്റ്റ് 4-ാം തീയതി മുതൽ വൈദ്യുതി ബന്ധം നിശ്ചയിച്ചിരിക്കുമായിരുന്നു. എന്നാൽ ഈ 2 മാസ കാലയളവ് നമ്മൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു വന്നത്. ക്ലാസ് റൂമുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകളും ലാബ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഓഫീസ് വർക്കും നിലച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ചയോടുകൂടി
നമുക്ക് സ്ഥിര വൈദ്യുതി ബന്ധം ലഭിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മളെ സഹായിച്ച എല്ലാ അധികാരികൾക്കും ഇടപെട്ടവർക്കും ഒത്തിരിയേറെ നന്ദിയുണ്ട്. നാളുകൾ നീണ്ടുനിന്ന പ്രതിസന്ധിക്കൊടുവിൽ വെള്ളവും വെളിച്ചവും എത്തിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും. கடந்த 2 மாசமா எங்க ஸ்கூல்ல கரண்ட் இல்ல. ரொம்ப நாள் போராட்டத்துக்கு அப்புறம் இப்போ எங்கள் ஸ்கூலில் கரண்ட் வந்துச்சு. நேற்றுக்கு தான் கரண்ட் வந்துச்சு. இப்போ பிரச்சனை இல்லாமல் நாங்கள் எல்லாருமே படிக்க ஆரம்பிச்சிட்டோம். ப்ரொஜெக்டர் யூஸ் பண்ண ஆரம்பிச்சாச்சு. தண்ணி ஃபெசிலிட்டி வந்துடுச்சு. இதனால் நாங்கள் இப்போ ஹாப்பியாக எங்களோட ஜேர்னியை ஸ்டார்ட் பண்ணுறோம். இதுக்கு ஹெல்ப் பண்ண எல்லாருக்குமே நன்றிகளை தெரியும். நாங்கள் 2 மாசமா கரண்ட் இல்லாமல் தண்ணி வசதி எதுவும் இல்லாமல் ரொம்ப கஷ்டப்பட்டோம். அதுவும் கேர்ள்ஸ் வந்துட்டு ரொம்பவே கஷ்டப்பட்டோம். இதில் வந்துட்டு மீடியா சப்போர்ட், அதோட பஞ்சாயத்து, இந்த மாதிரி நிறைய சப்போர்ட்டோட எங்களுக்கு இன்னைக்கு கரண்ட், தண்ணி ஃபெசிலிட்டி எல்லாமே கிடைச்சிருக்கு. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. ഇതോടെയാണ് നടപടികൾ വേഗത്തിലാക്കി സ്കൂളിൽ വൈദ്യുതി എത്തിച്ചത്. സിറ്റി വിഷൻ മൂന്നാർ. ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ്റ്റേറ്റ് പൂപ്പാറ ടൗണിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഭൂപതിവ് ചട്ട ഭേദഗതി തട്ടിപ്പിനെതിരെ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷത്തിന്റെ ഭൂപതിവ് ചട്ട ഭേദഗതി തട്ടിപ്പിൽ സർക്കാർ തെറ്റിന് ജനങ്ങൾ ശിക്ഷിക്കപ്പെടണമോ എന്ന ചോദ്യവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്റ്റേറ്റ് പൂപ്പാറ ടൗണിലാണ് ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. KPCC മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. മരടിലെ ഫ്ളാറ്റുകളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞുപോയതുപോലെ ഇടുക്കിയിലെ വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം സംജാതമാകുമെന്ന് സേനാപതി വേണു പറഞ്ഞു. ഈ ജില്ലയിൽ അധിവസിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഗവൺമെന്റ് ഇടുക്കിയെ എത്തിച്ചിരിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ച് മനസ്സിലാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തില്ല എങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ഇടുക്കിയിലെ ജനജീവിതം ദുസ്സഹമാവുകയും മരടിലെ ഫ്ളാറ്റിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത് പോലെ ഇവിടുത്തെ വീടുകളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട സാഹചര്യം നമ്മുടെ നാട്ടിൽ സംജാതമാവുകയും ചെയ്യും. അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധ സദസ്സ് പ്രിയപ്പെട്ടവരെ എസ്റ്റേറ്റ് പൂപ്പാറയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടമറ്റത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന ജനകീയ പ്രതിഷേധ സദസ്സിൽ S വനരാജ, TP തോമസ്, KK മോഹനൻ, R വരദരാജൻ, PS വില്യം, സുരേഷ് ആശാരിപ്പറമ്പിൽ, സണ്ണി നടുക്കോട്ട തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ശാന്തൻപാറ. രാജക്കാടിന് സമീപം ഒമിനി വാനും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ബൈക്ക് യാത്രികരായിരുന്ന 2 പേർക്കും പരിക്കേറ്റു. പരിക്കേറ്റവരെ രാജക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയോടെയാണ് അപകടം നടന്നത്. വളവ് തിരിഞ്ഞെത്തിയ ഓമിനി വാനിൽ ബൈക്കിടിച്ച് മറിയുകയായിരുന്നു. അപകടത്തിൽ ബൈക്കിൽ യാത്ര ചെയ്തിരുന്ന ചെമ്മണ്ണാർ സ്വദേശികളായ നിഖിൽ, സണ്ണി, അലക്സ് ഷാജി എന്നിവർക്ക് പരിക്കേറ്റു. കൈക്കും കാലിനും പരിക്ക് പറ്റിയ ഇരുവരെയും രാജക്കാട് ലൈഫ് കെയർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളവിൽ നിൽക്കുന്ന മരക്കുറ്റി പിഴുതു മാറ്റാത്തതിനാൽ എതിരെ വരുന്ന വാഹനങ്ങൾ വളവ് തിരിഞ്ഞെത്തിയാൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്ത് നിരവധി അപകടങ്ങൾ ഇതിനോടകം നടന്നിട്ടുണ്ട്. സിറ്റി വിഷൻ രാജാക്കാട്. കേരള കോൺഗ്രസിന്റെ പ്രസക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്ന് കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ. LDF-നൊപ്പം എത്തിയതിനു ശേഷം പാർട്ടിക്ക് അംഗസംഖ്യയിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളതെന്നും പാർട്ടി കൂടുതൽ ജനപ്രിയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എഴുകുംവയലിൽ പാർട്ടി നെടുങ്കണ്ടം മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുപക്ഷെ 1964 മുതൽ ഇന്ന് വരെയുള്ള കേരള കോൺഗ്രസിന്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ചാൽ സംഘടനാപരമായി കേരള കോൺഗ്രസ് എത്രമാത്രം മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ നെടുങ്കണ്ടം മണ്ഡലം കൺവെൻഷൻ. എഴുകുമയിൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷനിൽ നിയമ ഭേദഗതി ചട്ടം ഉൾപ്പെടെ ചർച്ചയായി. ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിൻസൺ വർക്കി പതാക ഉയർത്തുന്നതോടുകൂടിയാണ് സമ്മേളന നടപടികൾ ആരംഭിച്ചത്. സമ്മേളനത്തിൽ വെച്ച് ആദ്യകാല കേരള കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചതിനോടൊപ്പം SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളെയും ആദരിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാജി ഊരോത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ സാബു മണിമലക്കുന്നേൽ, രാരിച്ചൻ നേർണാകുന്നേൽ, പ്രീമി ലാലിച്ചൻ, ജോമോൻ പൊടിപ്പാറ, ജോസഫ് തോണക്കര, ജിൻസൺ പൗവത്ത്, സിജോ നടക്കൽ, ജോണി പുതിയ പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം.
സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന ലക്ഷങ്ങളുടെ ഏലക്ക മോഷ്ടിച്ചു കടത്തി 2 വർഷം പിന്നിടുമ്പോഴും പോലീസ് പ്രതികളെ പിടികൂടുന്നില്ലെന്ന് പരാതി. പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരവും തെളിവുകളും ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തണമെന്ന കോടതി ഉത്തരവും നടപ്പാക്കുന്നില്ലെന്ന് രാജാക്കാട് ചെരിപുറം മുത്തനാട്ട് ബിനോയ് ആരോപിക്കുന്നു. 2023 സെപ്റ്റംബറിലാണ് മുത്തനാട്ട് ബിനോയിയുടെ ചെറുപുറത്തുള്ള ഏലക്ക സ്റ്റോറിൽ ഉണക്കി സൂക്ഷിച്ചിരുന്ന 16 ലക്ഷം രൂപയുടെ ഏലക്ക മോഷണം പോകുന്നത്. ബിനോയ് സ്ഥലത്തില്ലാതിരുന്ന സമയത്തായിരുന്നു വാതിൽ കുത്തി തുറന്ന് മോഷണം നടത്തിയത്. തുടർന്ന് രാജാക്കാട് പോലീസിൽ പരാതി നൽകുകയും പ്രതി ആരാണെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അറസ്റ്റ് ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചില്ല. അന്വേഷണം മുന്നോട്ട് പോയി. പക്ഷേ നാളിതുവരെ 2 വർഷമായി. പ്രതികളെ എല്ലാവർക്കും അറിയാം, പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞ് എന്നെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയതുമാണ്. കൊണ്ടുപോയി സ്ഥലവും ഏലക്ക കൊണ്ടുപോയി വിറ്റ സ്ഥലവും കണ്ടുപിടിച്ചു, എൻ്റെ ഫണ്ടും കണ്ടുപിടിച്ചു, കൊണ്ടുപോയി വണ്ടി കണ്ടുപിടിച്ചു, കൊണ്ടുപോയി ഡ്രൈവറെ കണ്ടുപിടിച്ചു. പിന്നെ രായക്കാട്ടിലൊരു പ്രമുഖ വ്യവസായിയാണ്, എൻ്റെ 28 വർഷമായിട്ടുള്ള എൻ്റെ കൂട്ടുകാരനായിരുന്നു. പ്രതി തന്റെ സുഹൃത്താണെന്നും ബിനോയ് ആരോപിക്കുന്നു. പോലീസ് നടപടി സ്വീകരിക്കാതെ വന്നതോടെ ബിനോയ് ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ കേസന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. എന്നിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ബിനോയിയുടെ പരാതി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമീപിക്കുകയും ഹൈക്കോടതി ഒരു ഉന്നത റാങ്കുള്ള ഒരു ഉദ്യോഗസ്ഥൻ, മീൻസ് DYSPയിൽ കുറയാത്ത ഒരു റാങ്കുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിച്ച് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു. അതാണ് ഇത് 4 വരെ നടന്ന കഥകൾ. ലക്ഷക്കണക്കിന് രൂപ നഷ്ടമായതിനൊപ്പം എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും പോലീസ് നടപടി സ്വീകരിക്കാത്തതിനാലാണ് കോടതിയെ സമീപിച്ചത്. എന്നാൽ കോടതി ഉത്തരവ് പോലും നടപ്പിലാക്കാൻ പോലീസ് തയ്യാറാകാതെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. എന്നാൽ നീതി ലഭിക്കുന്നതുവരെ നിയമ പോരാട്ടം തുടരുവാനാണ് ബിനോയിയുടെ തീരുമാനം. സിറ്റി വിഷൻ, രാജാക്കാട്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ.
കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. BJP പുളിങ്കട്ട വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയെ കൊള്ളയടിക്കുവാനും ഭക്തരെ 2 തട്ടുകളായി തിരിച്ച് ശബരിമലയെ കളങ്കപ്പെടുത്താനുമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് പന്തളം പ്രതാപൻ കുറ്റപ്പെടുത്തി. കേരളത്തിലെ ആരോഗ്യമേഖല പൂർണ്ണമായും തകർന്നുവെന്നും അതിന് ഉത്തരവാദികളായ സംസ്ഥാന സർക്കാർ അഴിമതിയും ധൂർത്തും കാട്ടി ജനങ്ങളെ കടക്കണിയിലാക്കുകയാണെന്നും കേരളത്തിലെ ഇടതും വലതും മുന്നണികൾ വോട്ടിനു വേണ്ടി ഒരു വിഭാഗത്തെ മാത്രം ചേർത്ത് പിടിക്കുമ്പോൾ മറ്റുള്ളവർ ഇത് നോക്കി കാണുന്നുണ്ടെന്നും അതിനെതിരെ ശക്തമായ പ്രതിഷേധം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ ശബരിമലയെ കൊള്ളയടിക്കുകയാണ് സർക്കാരെന്നും വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ കുറ്റപ്പെടുത്തി. പക്ഷെ അത് എല്ലാം കേന്ദ്രത്തിന്റെ വിഹിതം കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് വിഹിതം കൂടെ അടച്ചെങ്കിൽ മാത്രമേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയുള്ളൂ. സംസ്ഥാന ഗവൺമെന്റ് പണമടയ്ക്കുന്നില്ല. ആകെ കൂടി നടക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയാൻ തൊഴിലുറപ്പാണ്. അതിന്റെ കാരണം എന്ന് പറയാൻ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ നടത്തുന്ന പദ്ധതി ആയതുകൊണ്ടാണ് തൊഴിലുറപ്പിന് ഒരു മുടക്കവും വരാതെ. വാർഡ് കൺവീനർ സജിമോൻ PK അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ BJP ഇടുക്കി സൗത്ത് ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി E. ബൈജു ആശംസ പ്രസംഗം നടത്തി. യോഗത്തിന് ശ്രീജ അനി സ്വാഗതവും പ്രദീപ് KP നന്ദിയും പറഞ്ഞു. സിറ്റി വിഷൻ ഉപ്പുതറ. ഒക്ടോബർ 7 മുതൽ 10 വരെ NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുന്ന അടിമാലി ഉപജില്ലാ സ്കൂൾ കായികമേളയുടെ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ അടിമാലി AO ആനിയമ്മ ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ KP ജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ OS റജി സ്വാഗതവും കായിക അധ്യാപകൻ A. സുനിൽകുമാർ നന്ദിയും അർപ്പിച്ചു. HM ഫോറം സെക്രട്ടറി AS ആസാദ്, സബ് ജില്ലാ സ്പോർട്സ് സെക്രട്ടറി AS സുനീഷ്, ഹെഡ്മാസ്റ്റർ KR ശ്രീനി, PTA പ്രസിഡന്റ് VN ഉല്ലാസ്, ബ്ലോക്ക് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ബിജി സന്തോഷ്, CR രാജു എന്നിവർ പ്രസംഗിച്ചു. കായികമേളയുടെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു. നമ്മുടെ NRCT സ്കൂളിനെ സംബന്ധിച്ച് കായിക രംഗത്ത് മികച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യത്തിലും കായികമേളയൊക്കെ ഇവിടെ നടത്തുന്നതിന് വേണ്ടി നമ്മുടെയുള്ള ഫെസിലിറ്റികളെല്ലാം നമുക്കത് പ്രയോജനപ്പെടുത്തി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വളരെ എന്തായാലും സന്തോഷം തന്നെയാണ് നമുക്ക്. അപ്പം ഇവിടെ ഈ മേള സംഘടിപ്പിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും അതുപോലെ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഫൈനാൻസിൻ്റെ കാര്യമൊക്കെ മാഡം പറയുകയുണ്ടായി. അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് ബാക്കി സ്കൂളുകാരും. ഉപ്പുതറ പാലക്കാവ് മുത്തമ്പടി റോഡ് നവീകരണത്തിനായി 10 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചതായി ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി. വർഷങ്ങളായി തകർന്ന കാൽനടയാത്ര പോലും ദുഷ്കരമായിരുന്ന റോഡ് നവീകരിക്കണമെന്ന പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാകുന്നത്. ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് ഫണ്ട് അനുവദിച്ചതെന്നും ഇതോടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമാകുമെന്നും ആശ ആന്റണി അറിയിച്ചു. പഞ്ചായത്തിൻ്റെ ഈ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് പാലക്കാവ് മുത്തമ്പടി റോഡ് നമ്മളിപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് ആ വഴി കിടന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിരവധി കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്കൂൾ കുട്ടികളും അടക്കം വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ കടന്നു വയ്ക്കേണ്ടിരുന്നത്. ആ ഒരു സമയത്താണ് അവിടെ ഫണ്ട് വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടെടുത്ത ആളുകൾ നമ്മളെ സമീപിക്കുകയും നമ്മൾ ഫണ്ട് വയ്ക്കുകയും അതിൻ്റെ എർത്ത് വർക്കുകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി അടുത്ത ഈ ഒരു മഴ കഴിയുമ്പോഴത്തേനും കോൺക്രീറ്റ് ചെയ്യുന്ന തരത്തിലേക്കാണ് നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുള്ളത്. 10 ലക്ഷം രൂപയാണ് നമ്മളതിന് അനുവദിച്ചിരിക്കുന്നത്. ആ ഫണ്ട് നമ്മൾ ചെയ്യുന്നതോടുകൂടി പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളിലെ യാത്രാ ദുരിതം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. ഇടുക്കി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ വണ്ണപ്പുറം ശ്രീനാരായണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പോലീസിലെ സ്വയം പ്രതിരോധം പരിശീലനം ലഭിച്ച അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സോഫിയ KS, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിന്ദുമോൾ TG, സിവിൽ പോലീസ് ഓഫീസർ അഞ്ജു ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ കീഴിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന ഈ പരിശീലനം സൗജന്യമായാണ് നൽകി വരുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSPU മുണ്ടിയരിമ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം നടന്നു. മുണ്ടിയരിമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സാംസ്കാരിക സെമിനാറും മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും നടത്തി.
കുടുംബസംഗമം ചീഫ് ഗസ്റ്റായിരുന്ന ജില്ലാ പ്രസിഡന്റ് കെ സുകുമാരൻ കവിതാലാപനത്തോടെ മുണ്ടിയിരുമയിൽ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പോകുന്നില്ല, എങ്കിലും നമ്മുടെ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെ ഒരു ആചാര്യൻ ഭ്രാന്താലൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആദ്യകാല പ്രവർത്തകരായിരുന്ന കെ നാരായണൻ നായർ, എസ് ചന്ദ്രൻപിള്ള, എ രാമൻകുട്ടി, എം ദേവസ്യ, സരസമ്മ, PS ഈസ, ആർ സുരേന്ദ്രൻ നായർ, AU അന്നക്കുട്ടി, TJ അമ്മിണി, കെ നാരായണൻ നായർ, KN ചെല്ലമ്മ, KP സരസമ്മ, PM ശ്യാമള എന്നിവരെ ആദരിച്ചു. യോഗത്തിൽ S ജോർജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PS വിനയൻ, K സരോജിനി, KV ഐസക് എന്നിവർ ആശംസകൾ പറഞ്ഞു. പെൻഷൻ കുടുംബാംഗങ്ങളും കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കുടുംബാംഗങ്ങൾക്കും ശ്രീനിക ശ്രീജു, ശ്രീയാൻ ശ്രീജു, നൈനിക രമേശ്, എയ്ഡൻ ജോബി, ശ്രീയാൻ ശ്രീജു, വൈഗ എ, KR സുഭാഷ് ചന്ദ്രൻ, ഇന്ദിര വിശ്വംഭരൻ, ഓമനാമണി എന്നിവർ കലാപരിപാടികൾ അവതരിപ്പിച്ചു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തൂക്കുപാലം ലേജിയന്റെ ആഭിമുഖ്യത്തിൽ മികച്ച അധ്യാപക അവാർഡ് നേടിയ കോമ്പയാർ സെന്റ് തോമസ് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജു ജോർജിനെ ആദരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ ലീജിയൻ അംഗങ്ങളുടെ മക്കളെയും ആദരിച്ചു. രാമക്കൽമേട്ടിൽ നടന്ന ചടങ്ങിലാണ് ആദരവ് നടന്നത്. അധ്യാപക അവാർഡ് നേടിയ ബിജു ജോർജിനെ ആദരിച്ചുകൊണ്ടാണ് പരിപാടി ആരംഭിച്ചത്. ഒരു ചെറിയ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ആദരവ് വളരെ ഹൃദ്യമാണ്. റിട്ടയർമെന്റിന് ശേഷം സമൂഹ നന്മയെ കരുതി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെടുത്ത തീരുമാനം സാധാരണമാണ്. പുതിയൊരു കാലഘട്ടം നമുക്കറിയാം. തുടർന്ന് ഈ വർഷത്തെ CBSE കലോത്സവത്തിന് സമ്മാനം ലഭിച്ച ലിജിയൻ മെമ്പറുടെ കുട്ടികൾക്ക് ട്രോഫി നൽകിക്കൊണ്ട് ആദരിച്ചു. എക്സ് സർവീസ് ലീഗ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ലഭിച്ച ലീജിയൻ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നായർക്കും യോഗം അനുമോദനം നൽകി. നാഷണൽ വൈസ് പ്രസിഡന്റ് അജിമോൻ വർഗീസ്, KP വേണുഗോപാൽ, ലീജിയൻ പ്രസിഡന്റ് KK തോമസ്, നജീബ് CM, ഷിബു P മാത്യു, VG ശശി, ഉണ്ണികൃഷ്ണൻ നായർ, PF ദേവസ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്നേഹവിരുന്നോടുകൂടിയാണ് പരിപാടി അവസാനിച്ചത്. സിറ്റി വിഷൻ നെടുങ്കണ്ടം. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 10,765 രൂപ, പവന് 86,120 രൂപ, വെള്ളി ഗ്രാമിന് 161 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് CPM നേതാക്കൾക്കും പ്രവർത്തകർക്കും വിലക്ക് ഏർപ്പെടുത്തി ജില്ലാ കമ്മിറ്റി. രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികൾ ചർച്ച നടത്തുവാൻ എത്തുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. ചിന്നക്കനാൽ ഉൾപ്പെട്ട മൂന്നാർ ഡിവിഷനിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കാണുന്നതിനായി ആവിഷ്കരിച്ച കോടികളുടെ പദ്ധതി ഫയലിൽ ഉറങ്ങുന്നു. മൂന്നാർ DFO 2022 2 കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതി ആവിഷ്കരിച്ചത്. ദേശീയപാത 85ന്റെ നിർമ്മാണ പ്രതിസന്ധിയിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. കോടതിയിൽ സർക്കാർ തിരുത്തൽ സത്യവാങ്മൂലം നൽകുന്നത് വൈകിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച കോൺഗ്രസ് ഇരുമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചു. ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളി CV വർഗീസ്. കോൺഗ്രസും UDFും നടത്തുന്ന സമരങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ജനങ്ങൾക്ക് ഇരട്ടി മധുരമെന്നും CV വർഗീസ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.